ഇതുപോലൊരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ വയറ് നിറയെ ആസ്വദിച്ച് ചോറ് കഴിക്കാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അയല ആട്ടോ എടുത്തിട്ടുള്ളത്. അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, വലിയ ജീരകം, കുരുമുളക്, അതുപോലെ ഇഞ്ചി ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഇത് മുളക് പൊടി ആട്ടോ, കളറ് കുറവാണ്, നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, കൂടുതൽ വേണ്ട. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുളിവെള്ളം കേട്ടോ, പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് നിങ്ങൾ വിനാഗിരിയും പുളിവെള്ളം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കും കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഇത് അയലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു വയറ് ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം പാൻ വെക്കുക. ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മീൻ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും മീൻ പൊരിച്ചെടുക്കരുത്, ഒരു ലോ ടു മീഡിയം ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്നിങ്ങോട്ട് മസാല ഒന്നും പിടിച്ചു, ആ ഭാഗം പിടിച്ചു എന്ന് തോന്നുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഇത് ഞാൻ കുറച്ച് തേങ്ങ കയ്യിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടില്ല, അപ്പൊ ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാന്നുള്ളതാണ് പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. ഒരിക്കലും വലിയ തീയിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കരുത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിന്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നാലും ഞാനിത് അതിന്റെ ഉൾഭാഗം ഒന്നിങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പോലെ വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ ചോറിന്റെ കൂടെ ആസ്വദിച്ച് കഴിക്കാൻ ഇതുപോലെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ മുളക് പൊടിയൊക്കെ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. പുറമെ നല്ല മൊരിഞ്ഞിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അയല ഫ്രൈ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റ, ബൈ ബൈ.